കേരളത്തിന്റെ ബിസിനസ് ഭൂപടത്തിൽ തന്റേതായ ഒരു സാമ്രാജ്യം തന്നെ വെട്ടിപ്പിടിച്ച വ്യക്തിയായിരുന്നു രാഘവൻ പിള്ള. കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ 50ഓളം ശാഖകളുമായി പടർന്നു പന്തലിച്ചു കിടക്കുന്ന ടേസ്റ്റി ബൈറ്റ്സ് ബേക്കേഴ്സ് ആൻഡ് കഫേ എന്ന വമ്പൻ ബ്രാൻഡിന്റെ ചെയർമാനാണ് അദ്ദേഹം. ചില്ലുകൂട് കൊട്ടാരങ്ങൾ പോലുള്ള ഹെഡ് ഓഫീസിലെ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലിരുന്ന് കോടികളുടെ ലാഭനഷ്ട കണക്കുകൾ നോക്കുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം എപ്പോഴും. പുതിയ പുതിയ ശാഖകൾ തുടങ്ങുന്നതിനെക്കുറിച്ചും ബിസിനസ് സാമ്രാജ്യം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുമുള്ള ചിന്തകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. എന്നാൽ ഈ വലിയ ലാഭക്കണക്കുകൾക്കും തിളങ്ങുന്ന ലൈറ്റുകൾക്കുമിടയിൽ തന്റെ പ്രസ്ഥാനത്തെ ഈ നിലയിലെത്തിക്കാൻ വിയർപ്പൊഴുക്കുന്ന സാധാരണക്കാരായ ജീവനക്കാരുടെ ജീവിതം കാണാൻ അദ്ദേഹം എവിടെയോ മറന്നുപോയിരുന്നു. ഒരു ബിസിനസ്സുകാരന്റെ യാന്ത്രികമായ ജീവിതശൈലിയിലേക്ക് അദ്ദേഹം ഒതുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു ദിവസം രാവിലെ തന്റെ ആഡംബര കാറുകളും ബോഡി ഗാർഡുകളെയുമെല്ലാം മാറ്റി നിർത്തി ഒരു പുതിയ തീരുമാനത്തോടെ രാഘവൻ പിള്ള ഇറങ്ങിത്തിരിച്ചു. വൻകിട മുതലാളിയുടെ വേഷമല്ല, മറിച്ച് കേരളത്തിലെ ഒരു സാധാരണക്കാരനായ മധ്യവയസ്കനെ പോലെ ഒരു മുണ്ടും ഷർട്ടുമായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം. ആരും പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ തലയിൽ ഒരു സാധാരണ തൊപ്പിയും അദ്ദേഹം ധരിച്ചിരുന്നു. തന്റെ ഏറ്റവും പ്രശസ്തമായ പള്ളുരുത്തി ബ്രാഞ്ചിലെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഷോറൂമിന് അല്പം അകലെയായി തന്റെ വണ്ടി നിർത്തി. സാധാരണക്കാരനായ ഒരു ഉപഭോക്താവിനെ പോലെ അദ്ദേഹം ആ ബേക്കറിയുടെ വലിയ ഗേറ്റിലേക്ക് നടന്നു ചെന്നു. സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും ആ തൊപ്പിവെച്ച സാധാരണക്കാരൻ തന്റെ വലിയ മുതലാളിയാണെന്ന് തിരിച്ചറിയാതെ അകത്തേക്ക് കടത്തിവിട്ടു. പക്ഷേ ആ വലിയ ബേക്കറിയുടെ ഉള്ളിലേക്ക് കാലെടുത്തു വെച്ച രാഘവൻ പിള്ളക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പുറത്തുനിന്ന് കാണുന്ന തിളക്കമൊന്നും അകത്തുണ്ടായിരുന്നില്ല. താഴെ തറയിൽ പൊടിയും അഴുക്കും പിടിച്ചു കിടക്കുന്നു. കസ്റ്റമേഴ്സ് വന്നിരിക്കുന്ന ടേബിളുകൾ പലതും വൃത്തിഹീനമായിരുന്നു. ഏറ്റവും സങ്കടകരമായ കാഴ്ച, പലഹാരങ്ങൾ വെച്ചിരുന്ന ഗ്ലാസ് ഡിസ്പ്ലേ ബോക്സുകൾക്കുള്ളിൽ ഈച്ചകൾ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. ശുചിത്വത്തിന് ഏറ്റവും പ്രാധാന്യം നൽകണമെന്ന് താൻ എപ്പോഴും പറയാറുള്ള സ്ഥാപനത്തിന്റെ ഈ അവസ്ഥ അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ശ്വാസമടക്കി പിടിച്ച് അദ്ദേഹം കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. അപ്പോഴാണ് ബേക്കറിയുടെ ഒരു മൂലയിലുള്ള ഗ്ലാസ് ക്യാബിനിൽ ഇരിക്കുന്ന മാനേജർ ദിനേശിനെ അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. ദിനേശ് തന്റെ കസേരയിൽ അഹങ്കാരത്തോടെ ചാരിയിരുന്ന് ഫോണിലൂടെ ആരോടോ വളരെ ക്രൂരമായ ഭാഷയിൽ തട്ടിക്കയറുകയായിരുന്നു. കസ്റ്റമേഴ്സ് വരുന്നത് പോലും ശ്രദ്ധിക്കാതെ സ്വന്തം ലോകത്തിരിക്കുന്ന മാനേജറെ കണ്ടപ്പോൾ രാഘവൻ പിള്ളയുടെ ഉള്ളിൽ ദേഷ്യം ഇരച്ചുകയറി. എങ്കിലും തന്റെ വേഷം മറന്നു പോകാതെ അദ്ദേഹം ശാന്തനായി ബില്ലിംഗ് കൗണ്ടറിന്റെ നേർക്ക് നടന്നു. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഹൃദയം തകർക്കുന്ന ആ കാഴ്ച കണ്ടത്. കൗണ്ടറിൽ ഇരിക്കുന്ന അഞ്ജലി എന്ന പെൺകുട്ടി തന്റെ കയ്യിലുള്ള ചെറിയ കർച്ചീഫ് കൊണ്ട് കണ്ണുനീർ തുടച്ചുകൊണ്ടാണ് ബില്ലുകൾ അടിക്കുന്നത്. അവളുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങി ചുവന്നിട്ടുണ്ടായിരുന്നു. മുഖത്ത് കടുത്ത വിഷമവും നിരാശയും ഉണ്ടായിരുന്നെങ്കിലും ബില്ലടിക്കാൻ മുന്നിൽ വരുന്ന ഓരോ കസ്റ്റമറെയും നോക്കി വളരെ നിർബന്ധപൂർവം ഒരു പുഞ്ചിരി വരുത്താൻ അവൾ ശ്രമിച്ചിരുന്നു. ഉള്ളിൽ വലിയൊരു സങ്കടക്കടൽ ഒളിപ്പിച്ചു വെച്ചാണ് അവൾ ആ കസേരയിൽ ഇരിക്കുന്നത് എന്ന് രാഘവൻ പിള്ളക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലായി. രാഘവൻ പിള്ള കുറച്ച് സാധനങ്ങളെടുത്ത് അവളുടെ കൗണ്ടറിലേക്ക് വെച്ചു. ബില്ലടിക്കുന്നതിനിടയിൽ അവളുടെ കൈകൾ വിറക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അവളുടെ അരികിലേക്ക് അല്പം ചേർന്ന് നിന്ന് വളരെ പതുക്കെയുള്ള ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ചു, മോളെ, എന്താ ഇവിടെ ഇരുന്ന് കരയുന്നത്? അപ്രതീക്ഷിതമായ ആ ചോദ്യം കേട്ട് അഞ്ജലി പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവൾ വേഗത്തിൽ തന്റെ കൺകോണിലെ കണ്ണീർ തുടച്ചുകൊണ്ട് ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി പറഞ്ഞു, ഏയ് ഒന്നുമില്ല സർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, കണ്ണിൽ എന്തോ പൊടി വീണതാ. പക്ഷേ ജീവിതാനുഭവങ്ങളുള്ള രാഘവൻ പിള്ള ആ മറുപടിയിൽ തൃപ്തനായില്ല. അദ്ദേഹം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് വളരെ ആർദ്രമായി പറഞ്ഞു, മോള് കള്ളം പറയണ്ട. എന്റെ പ്രായമുള്ള ഒരാളോട് നിനക്ക് സത്യം പറയാം. നിന്റെ കണ്ണിൽ വീണത് പൊടിയല്ല, വലിയ എന്തോ സങ്കടമാണ്. ആരോടും പറയണ്ട എന്ന് വിചാരിച്ച കാര്യമാണെങ്കിൽ പറയണ്ട. പക്ഷേ എനിക്ക് നിന്നെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ കഴിഞ്ഞാലോ? അതുവരെ ആ സ്ഥാപനത്തിൽ നിന്നും കേട്ടിട്ടില്ലാത്ത ആ കരുതലും സ്നേഹവും നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അഞ്ജലിക്ക് തന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അവളുടെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന സങ്കടങ്ങളെല്ലാം ഒരു അണക്കെട്ട് പൊട്ടിയതുപോലെ പുറത്തേക്ക് വന്നു. അവൾ ശബ്ദം പുറത്തു കേൾക്കാതെ വിതുമ്പിക്കൊണ്ട് മെല്ലെ പറഞ്ഞു, സർ, എന്റെ ഒരേയൊരു മോൾക്ക് ഹൃദയ സംബന്ധമായ കടുത്ത അസുഖമാണ്. അവൾ ആശുപത്രിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ജീവന് വേണ്ടി മല്ലടിച്ച് കിടക്കുകയാണ്. അവളുടെ അടുത്ത ഡോസ് മരുന്നിന് പോലുമുള്ള പണം എന്റെ കയ്യിലില്ല സർ. അവൾ ഒരു നിമിഷം നിർത്തി പുറത്തേക്ക് നോക്കി. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി തുടർന്നു, കഴിഞ്ഞ 3 മാസമായി ഇവിടെ ഞങ്ങൾക്ക് ആർക്കും ശമ്പളം കൃത്യമായി കിട്ടുന്നില്ല സർ. ചോദിക്കുമ്പോഴൊക്കെ മാനേജർ സാർ പറയുന്നത് കമ്പനി കടുത്ത നഷ്ടത്തിലാണെന്നാണ്. ശമ്പളം ചോദിച്ചാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തും.
എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ ആരോടാണ് പരാതി പറയേണ്ടത് സർ? അഞ്ജലിയുടെ ഓരോ വാക്കുകളും രാഘവൻ പിള്ളയുടെ ഉള്ളിൽ ചെരൽ കല്ലുകൾ വീഴുന്നത് പോലെയാണ് തോന്നിയത്. തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ വലിയ ലാഭക്കണക്കുകൾക്കിടയിൽ ചോർന്നുപോയത് ഇത്തരം പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതവും കണ്ണീരുമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ടേസ്റ്റി ബൈറ്റ്സ് കമ്പനി ഒരിക്കലും നഷ്ടത്തിലല്ലെന്നും എല്ലാ മാസവും ജീവനക്കാരുടെ ശമ്പളത്തിനായി കൃത്യമായി ഹെഡ് ഓഫീസിൽ നിന്നും പണം അനുവദിക്കുന്നുണ്ടെന്നും ചെയർമാനായ അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ പള്ളുരുത്തി ബ്രാഞ്ചിൽ വലിയൊരു ചതി നടക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. തന്റെ സ്വന്തം സ്ഥാപനത്തിൽ തന്റെ മൂക്കിന് താഴെ ഇങ്ങനെ ഒരു കൊള്ള നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ മുഖം ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും ചുവന്നു തുടുത്തു. അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ പിന്നെ കഴിഞ്ഞില്ല. കൗണ്ടറിൽ നിന്നും സാവധാനം മാറി ബേക്കറിയുടെ ആരും ശ്രദ്ധിക്കാത്ത ഒരു മൂലയിലേക്ക് അദ്ദേഹം ചെന്നു നിന്നു. തുടർന്ന് തന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ഹെഡ് ഓഫീസിലെ തന്റെ ഏറ്റവും വിശ്വസ്തനായ PA രാഘവനെ വിളിച്ചു. രാഘവൻ ഫോൺ എടുത്ത ഉടനെ വളരെ ഗൗരവമേറിയ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, രാഘവ, ഞാൻ പറയുന്ന കാര്യം ഇപ്പോൾ തന്നെ ചെയ്യണം. നമ്മുടെ പള്ളുരുത്തി ബ്രാഞ്ചിലെ കഴിഞ്ഞ ഒരു വർഷത്തെ സാലറി റെക്കോർഡുകളും അക്കൗണ്ട് വിവരങ്ങളും പരിശോധിക്കുക. അത് അടിയന്തിരമായി എന്റെ ഫോണിലേക്ക് അയക്കണം. ഞാൻ ഈ ബ്രാഞ്ചിലുണ്ടെന്ന കാര്യം ഓഫീസിലുള്ള ആരും അറിയരുത്. വളരെ രഹസ്യമായിരിക്കണം. ഫോൺ കട്ട് ചെയ്ത് അദ്ദേഹം അക്ഷമയോടെ കാത്തുനിന്നു. മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ആ ബ്രാഞ്ചിലെ സാമ്പത്തിക വിവരങ്ങളുടെ കൃത്യമായ റിപ്പോർട്ട് വന്നു ചേർന്നു. ആ റിപ്പോർട്ടിലെ കണക്കുകൾ ഓരോന്നായി പരിശോധിച്ച രാഘവൻ പിള്ളയുടെ കണ്ണ് തള്ളിപ്പോയി. അദ്ദേഹത്തിന്റെ വിരലുകൾ ദേഷ്യം കൊണ്ട് വിറക്കാൻ തുടങ്ങി. കമ്പനി എല്ലാ മാസവും കൃത്യമായി ഓരോ ജീവനക്കാരന്റെയും ശമ്പളം പള്ളുരുത്തി ബ്രാഞ്ചിലേക്ക് അയക്കുന്നുണ്ട്. എന്നാൽ പാവപ്പെട്ട ജീവനക്കാരുടെ കൈകളിലേക്ക് ആ തുക എത്തുന്നതിന് മുമ്പ് മാനേജർ ദിനേശ് വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ നിർമ്മിച്ച് അതിലേക്ക് പകുതിയോളം തുക വകമാറ്റുകയായിരുന്നു. അഞ്ജലിയെപ്പോലെ രാപ്പകൽ അധ്വാനിക്കുന്ന 30ഓളം പാവപ്പെട്ട ജീവനക്കാരുടെ കണ്ണീരിന്റെ വിലയായിരുന്നു അത്. തനിക്കൊപ്പം നിൽക്കുന്ന മനുഷ്യരുടെ വയറ്റത്തടിച്ച് അവരുടെ അവകാശങ്ങൾ കവർന്നെടുത്ത് ദിനേശ് എന്ന അഴിമതിക്കാരൻ ആഡംബര ജീവിതം നയിക്കുകയാണെന്ന സത്യം രാഘവൻ പിള്ളയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അന്ന് ഷിഫ്റ്റ് കഴിഞ്ഞ് അഞ്ജലി തളർന്ന മനസ്സോടെയും ശരീരത്തോടെയും ആശുപത്രിയിലേക്ക് നടന്നു. അവളുടെ പിന്നാലെ ഒരു നിഴൽ പോലെ രാഘവൻ പിള്ളയും ഉണ്ടായിരുന്നു. ജനറൽ വാർഡിലെ ഒരു ചെറിയ കട്ടിലിൽ ജീവനു വേണ്ടി പോരാടുന്ന അഞ്ജലിയുടെ മകൾ മാളുവിനെ കണ്ടപ്പോൾ ആ വലിയ ബിസിനസ്സുകാരന്റെ കണ്ണ് നിറഞ്ഞുപോയി. കയ്യിൽ അടുത്ത ഡോസ് മരുന്നിനുള്ള പണമില്ലാതെ ഡോക്ടറുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന അഞ്ജലിയെ അദ്ദേഹം അടുത്തു ചെന്ന് വിളിച്ചു. അവൾ അതിശയത്തോടെ നോക്കി നിൽക്കെ അദ്ദേഹം മുന്നോട്ട് വന്ന് ഹോസ്പിറ്റൽ ഫാർമസിയിലെ വലിയ തുകയുടെ ബില്ലുകൾ മുഴുവൻ അടച്ചു തീർത്തു. വില കൂടിയ ആ മരുന്നുകൾ അഞ്ജലിയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വരം അല്പം ഗൗരവമുള്ളതായി മാറി. മോളെ അഞ്ജലി, ഇതൊരു സഹായമല്ല, എന്റെ കടമയാണ്. പക്ഷേ നാളെ നീ എനിക്കൊരു വലിയ സഹായം ചെയ്യണം. അഞ്ജലി അതിശയത്തോടെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. അവൾ വിറക്കുന്ന സ്വരത്തിൽ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ സ്ഥാപനത്തിന്റെ ഉടമയാണ്. അത് കേട്ടതും അഞ്ജലി ഒരു നിമിഷം വിറച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, മോളെ, നീ പേടിക്കണ്ട. നാളെ നീ എനിക്കൊരു വലിയ സഹായം ചെയ്തു തരണം. ആ മാനേജർ ദിനേശ് നിങ്ങളെ മാത്രമല്ല എന്റെ ഈ പ്രസ്ഥാനത്തെയും ചതിക്കുകയാണ്. അയാളുടെ ആഡംബര മുഖമൂടി നമുക്ക് നാളെ ജീവനക്കാരുടെ മുന്നിൽ വെച്ച് വലിച്ചു കീറണം. അടുത്ത ദിവസം രാവിലെ ബേക്കറി തുറക്കുന്നതിന് മുമ്പ് രാഘവൻ പിള്ള അഞ്ജലിയെ രഹസ്യമായി കണ്ടു. അദ്ദേഹം ഷർട്ടിന്റെ ബട്ടനോട് ചേർന്ന് ഒളിപ്പിച്ചു വെക്കാവുന്ന ഒരു ചെറിയ വിരൽ തുമ്പളവിലുള്ള മൈക്രോ ക്യാമറയും റെക്കോർഡറും അവൾക്ക് നേരെ നീട്ടി. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അദ്ദേഹം തന്റെ പ്ലാൻ വിവരിച്ചു. നീ ഇന്ന് ദിനേശിന്റെ ക്യാബിനിൽ ഒറ്റയ്ക്ക് പോകണം. അയാളുടെ ശമ്പള തട്ടിപ്പുകളെല്ലാം നിനക്ക് മനസ്സിലായെന്നും ഈ വിവരം പുറത്ത് പറയാതിരിക്കാൻ നിനക്കും ആ കള്ളപ്പണത്തിൽ ഒരു പങ്ക് വേണമെന്നും പറയണം. നീ ഒരു പാവപ്പെട്ടവളായതുകൊണ്ട് അയാൾ നിന്നെ പെട്ടെന്ന് വിശ്വസിക്കും. അയാളുടെ സ്വന്തം വായ കൊണ്ട് തന്നെ ആ സത്യങ്ങൾ പറയിപ്പിക്കണം. അഞ്ജലി വിറക്കുന്ന കൈകളോടെ ആ ചെറിയ ഉപകരണം വാങ്ങി. അവളുടെ മനസ്സിൽ ഭയം അണപ്പൊട്ടിയൊഴുക്കി. സർ, എനിക്ക് കടുത്ത പേടിയാകുന്നു. അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ? രാഘവൻ പിള്ള അവളുടെ തലയിൽ കൈവച്ച് ആശ്വസിപ്പിച്ചു. ഒരിക്കലുമില്ല. നിന്റെ കൂടെ വെറും ഒരു സാധാരണക്കാരനല്ല, ഈ സ്ഥാപനത്തിന്റെ ഉടമയുണ്ട്. ധൈര്യമായി മുന്നോട്ടു പോകൂ. അഞ്ജലി ധൈര്യം സംഭരിച്ച് മാനേജർ ദിനേശിന്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. രാഘവൻ പിള്ള ദൂരെ ഒരു മൂലയ്ക്ക് ചെന്ന് നിന്ന് തന്റെ മൊബൈൽ ഫോണിലൂടെ ആ ക്യാമറയിലെ തത്സമയ കാഴ്ചകൾ കാണാൻ തുടങ്ങി. ചതിയുടെ ആ കോട്ട തകരാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്.
അഞ്ജലി ദിനേശിന്റെ ക്യാബിന് മുന്നിൽ ഒരു നിമിഷം തറഞ്ഞു നിന്നു. അവളുടെ ഹൃദയമിടിപ്പ് പുറത്തു കേൾക്കാവുന്ന അത്രയും വേഗത്തിലായിരുന്നു. ഒടുവിൽ വാതിൽ പതുക്കെ മുട്ടി അവൾ അകത്തേക്ക് കയറി. ദിനേശ് തന്റെ കസേരയിൽ വലിയ അഹങ്കാരത്തോടെ ചാരിയിരുന്ന് അവളെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു, എന്താ അഞ്ജലി, വീണ്ടും ശമ്പളത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പോൾ എന്റെ കയ്യിൽ പണമില്ല എന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞതല്ലേ. എന്നാൽ അഞ്ജലി ഇത്തവണ പിന്നോട്ട് മാറിയില്ല. അവൾ മുന്നിലുണ്ടായിരുന്ന ഒരു കസേര വലിച്ച് ദിനേശിനെ അഭിമുഖമായിരുന്നു. അവളുടെ സ്വരം പെട്ടെന്ന് മാറി. എനിക്കറിയാം സർ, ആ പണം എവിടെയുണ്ടെന്ന്. എല്ലാം ഞാൻ കൃത്യമായി അറിഞ്ഞു. കമ്പനി ഞങ്ങൾക്ക് വേണ്ടി അയക്കുന്ന ശമ്പളം സർ എങ്ങനെയാണ് വ്യാജ അക്കൗണ്ടുകൾ വഴി വകമാറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിത് ഇപ്പോൾ തന്നെ ചെയർമാനെ അറിയിക്കാൻ പോവുകയാണ്. അഞ്ജലിയിൽ നിന്ന് അങ്ങനെയൊരു മറുപടി ദിനേശ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് കേട്ടതും അയാളുടെ മുഖത്തെ പരിഹാസച്ചിരി പെട്ടെന്ന് മാഞ്ഞുപോയി. നെറ്റിയിൽ വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞു. അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്ന് ക്യാബിന്റെ വാതിൽ അകത്തുനിന്നും പൂട്ടി. എന്നിട്ട് അഞ്ജലിയുടെ അടുത്തേക്ക് വന്ന് സ്വരം പതുക്കെയാക്കി പറഞ്ഞു, നീ നോക്ക് അഞ്ജലി, നീ ഒരു പാവപ്പെട്ടവളല്ലേ. നിന്റെ മോളുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പണമില്ലാതെ നീ കഷ്ടപ്പെടുന്നത് എനിക്കറിയാം. എന്തിനാ വെറുതെ വലിയ ആളുകളോട് കളിച്ച് ഈ പണി കൂടി കളയുന്നത്? അതിന് പകരം നമുക്കൊരു ഡീൽ വെക്കാം. നീ മിണ്ടാതിരുന്നാൽ ഈ മാസം മുതൽ ഞാൻ നിനക്ക് 5000 രൂപ അധികം തരാം. ആരും തന്നെ അറിയുകയുമില്ല. ദിനേശിന്റെ കെണിയിൽ വീണതുപോലെ അഭിനയിച്ചുകൊണ്ട് അഞ്ജലി തന്റെ ഷർട്ടിലെ ഒളിപ്പിച്ച ക്യാമറ കൃത്യമായി അയാളുടെ മുഖത്തിന് നേരെ തിരിച്ചു. എന്നിട്ട് ചോദിച്ചു, അപ്പോൾ സർ സമ്മതിക്കുന്നു? കഴിഞ്ഞ 2 വർഷമായി സർ ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടെന്ന്. അതിന് മറുപടിയായി ദിനേശ് വലിയ അഹങ്കാരത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നല്ലാതെ. ആ രാഘവൻ പിള്ള കൊച്ചിയിലെ AC മുറിയിലിരുന്ന് കോടികളുടെ ലാഭം കൊയ്യുമ്പോൾ ഇവിടെ രാത്രിയും പകലും വെയിൽ കൊണ്ട് പണിയെടുക്കുന്ന നമുക്കും വേണ്ടേ കുറച്ച് ലാഭം? ഞാൻ ഒറ്റക്കല്ല അഞ്ജലി ഇത് ചെയ്യുന്നത്. ഇതിന് പിന്നിൽ വലിയ ആളുകളുണ്ട്. പക്ഷേ ഈ പള്ളുരുത്തി ബ്രാഞ്ചിൽ എന്റെ വാക്കാണ് അവസാന വാക്ക്. നീ എന്റെ കൂടെ നിന്നാൽ നിനക്കും നിന്റെ മകൾക്കും രക്ഷപ്പെടാം. ദിനേശ് തന്റെ ചതിയുടെ കഥകൾ വലിയ അഭിമാനത്തോടെ വിവരിച്ചു തീർത്തതേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ആ ക്യാബിന്റെ വലിയ ഗ്ലാസ് വാതിൽ ആരോ കടുത്ത ദേഷ്യത്തോടെ ശക്തമായി ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറി. ആ ശബ്ദം കേട്ട് ദിനേശും അഞ്ജലിയും ഒരുപോലെ നെട്ടി വാതിലിലേക്ക് നോക്കി. ക്യാബിന്റെ വാതിൽ തകർത്ത് അകത്തേക്ക് കയറിയ ആ മനുഷ്യനെ കണ്ട് ദിനേശ് ആകെ നെട്ടിത്തെരിച്ചുപോയി. തന്റെ രഹസ്യ ഡീലുകൾക്കിടയിലേക്ക് കയറി വന്ന ആ സാധാരണക്കാരന് നേരെ അയാൾ കടുത്ത ദേഷ്യത്തോടെ അലറി, ആരാടാ നീ? എന്റെ ക്യാബിനിലേക്ക് അനുവാദമില്ലാതെ കയറി വരാൻ നിനക്ക് എത്ര ധൈര്യമുണ്ട്? ദിനേശിന്റെ ആക്രോശങ്ങൾ കേട്ടിട്ടും ആ വന്ന മനുഷ്യൻ ഒരടി പോലും പിന്നോട്ട് മാറിയില്ല. അദ്ദേഹം വളരെ ശാന്തനായി തന്റെ തലയിലുണ്ടായിരുന്ന തൊപ്പി പതുക്കെ മാറ്റി ദിനേശിന്റെ മുഖത്തേക്ക് കൂർപ്പിച്ചു നോക്കി. അതുവരെ അഹങ്കാരത്തോടെ കസേരയിൽ ചാരിയിരുന്ന ദിനേശ് പെട്ടെന്ന് ആ മുഖം കണ്ട് തരിച്ചുപോയി. ഭയം കൊണ്ട് അയാളുടെ കൈക്കാലുകൾ വിറക്കാൻ തുടങ്ങി. തന്റെ മുന്നിൽ നിൽക്കുന്നത് മറ്റാരുമല്ല, ഈ 50ഓളം ശാഖകളുള്ള ബിസിനസ് സാമ്രാജ്യത്തിന്റെ സാക്ഷാൽ അധിപൻ രാഘവൻ പിള്ളയായിരുന്നു അത്. നിന്റെ വാക്കാണോ ദിനേശേ ഇവിടെ അവസാന വാക്ക്? രാഘവൻ പിള്ളയുടെ ഗാംഭീര്യമുള്ള ശബ്ദം ആ ക്യാബിനുള്ളിൽ മുഴങ്ങി. അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ മേശപ്പുറത്തേക്ക് എടുത്തുവെച്ചു. അഞ്ജലിയുടെ ഷർട്ടിലെ ഒളിക്യാമറ വഴി ദിനേശ് പറഞ്ഞ ഓരോ ചതിയുടെ വാക്കുകളും ലൈവായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തന്റെ തട്ടിപ്പുകളെല്ലാം കയ്യോടെ പിടിക്കപ്പെട്ടെന്ന് മനസ്സിലായ ദിനേശ് രാഘവൻ പിള്ളയുടെ കാലിലേക്ക് വീണു കരയാൻ തുടങ്ങി. സർ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്നെ പോലീസിനെ ഏൽപ്പിക്കരുത് സർ. എന്നാൽ രാഘവൻ പിള്ള അയാളുടെ കൈ തട്ടിമാറ്റി പറഞ്ഞു, നീ ചതിച്ചത് എന്നെയല്ല ദിനേശേ. ഈ പാവങ്ങളുടെ വയറ്റത്തടിച്ചാണ് നീ ആഡംബര ജീവിതം നയിച്ചത്. നിന്റെ ബാക്കി ന്യായങ്ങൾ പോലീസിനോട് പറഞ്ഞാൽ മതി. അപ്പോഴേക്കും പുറത്ത് പോലീസ് ജീപ്പിന്റെ സൈറൺ മുഴങ്ങിയിരുന്നു. മുൻകൂട്ടി പ്ലാൻ ചെയ്തതനുസരിച്ച് ഇൻസ്പെക്ടറും സംഘവും അകത്തേക്ക് ഇരച്ചു കയറി ദിനേശിനെ വിലങ്ങുവെച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ആ വലിയ തട്ടിപ്പുകാരൻ തലയിൽ മുണ്ടിട്ട് പുറത്തേക്ക് നടക്കുന്നത് ബേക്കറിയിലെ ജീവനക്കാരും കസ്റ്റമേഴ്സും അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്. ദിനേശിനെ കൊണ്ടുപോയതിനു ശേഷം രാഘവൻ പിള്ള ബേക്കറിയുടെ നടുവിലേക്ക് നടന്നു ചെന്നു. അവിടെയുണ്ടായിരുന്ന എല്ലാ ജീവനക്കാരോടും തന്റെ അരികിലേക്ക് വരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എല്ലാവരും ഭയത്തോടെയും ആകാംക്ഷയോടെയുമാണ് ആ സാധാരണ വേഷം ധരിച്ച മനുഷ്യനെ നോക്കിയത്. അദ്ദേഹം ശാന്തമായി പറഞ്ഞു, എന്റെ പേര് രാഘവൻ പിള്ള. ടേസ്റ്റി ബൈറ്റ്സ് ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ഞാൻ. അത് കേട്ടതും ജീവനക്കാർ പരസ്പരം നോക്കി വിശ്വസിക്കാനാവാതെ നിന്നു. ചിലർ ഭയന്ന് പിന്നിലേക്ക് മാറി. രാഘവൻ പിള്ള തുടർന്നു, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങളെല്ലാവരും അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഞാൻ അറിഞ്ഞില്ല.
ഒരു ഉടമ എന്ന നിലയിൽ എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റാണത്. നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും ആ മാനേജർ തട്ടിയെടുത്ത ഓരോ രൂപയും പലിശ സഹിതം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാളെ തന്നെ എത്തും. അത് എന്റെ ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ ആ ഒറ്റവാക്കിൽ അത്രയും കാലം ജീവനക്കാർ അനുഭവിച്ച നിശബ്ദമായ സങ്കടങ്ങളെല്ലാം അലിഞ്ഞുപോയി. പലരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അതിനുശേഷം രാഘവൻ പിള്ള അഞ്ജലിയെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിളിച്ചു. അവൾ ഇപ്പോഴും ആ ടെൻഷനിൽ വിറക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ജീവനക്കാരെ നോക്കി പ്രഖ്യാപിച്ചു, ദിനേശ് പോയ ഒഴിവിലേക്ക് നമുക്ക് പുതിയൊരു മാനേജറെ വേണം. ഈ സ്ഥാപനത്തെയും ഇവിടുത്തെ ജീവനക്കാരെയും സ്വന്തം കുടുംബമായി കാണുന്ന, അവരുടെ വേദന അറിയുന്ന ഒരാൾ. ഇന്നു മുതൽ അഞ്ജലിയായിരിക്കും ഈ പള്ളുരുത്തി ബ്രാഞ്ചിന്റെ പുതിയ മാനേജർ. അഞ്ജലിക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. അവൾ ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു, സർ, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ? രാഘവൻ പിള്ള പുഞ്ചിരിയോടെ അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ മകളുടെ ജീവനു വേണ്ടി നീ കാണിച്ച ആ ധൈര്യം മാത്രം മതി മോളെ ഈ സ്ഥാപനത്തെ നയിക്കാൻ. നമുക്ക് വേണ്ടത് വലിയ ഡിഗ്രികളുള്ള മാനേജർമാരെയല്ല, മനുഷ്യത്വമുള്ള മനുഷ്യരെയാണ്. അടുത്ത തിങ്കളാഴ്ച രാവിലെ പള്ളുരുത്തി ബ്രാഞ്ചിന്റെ മുഖഛായ ആകെ മാറിയിരുന്നു. കവാടത്തിൽ വർണ്ണാഭമായ പൂക്കളും സ്വാഗത ബോർഡുകളും വെച്ചിട്ടുണ്ട്. അഞ്ജലി തന്റെ പഴയ സെയിൽസ് ഗേൾ യൂണിഫോം മാറി ഭംഗിയുള്ള ഒരു സാരി ധരിച്ച് മാനേജറുടെ ക്യാബിന് മുന്നിലെത്തി. മുമ്പ് ഭയത്തോടെ മാത്രം നോക്കിയിരുന്ന ആ വാതിലിൽ അവൾ പതുക്കെ തൊട്ടു. രാഘവൻ പിള്ള അവിടെ നേരത്തെ എത്തിയിരുന്നു. അദ്ദേഹം അവൾക്കായി മാനേജറുടെ കസേര നീക്കിയിട്ടു കൊടുത്തു. ഇരിക്കൂ അഞ്ജലി, ഇത് നിന്റെ കസേരയാണ്. പക്ഷേ ഓർക്കുക, നീ ഇവിടുത്തെ ബോസ് അല്ല, ഈ കുടുംബത്തിന്റെ നാഥയാണ്. അഞ്ജലി വിറക്കുന്ന കൈകളോടെ ആ കസേരയിലിരുന്നു. അവളുടെ മേശപ്പുറത്ത് തന്റെ മകൾ മാളു ചിരിച്ചു നിൽക്കുന്ന ഒരു ചെറിയ ഫോട്ടോ അവൾ എടുത്തു വെച്ചു. അഞ്ജലി മാനേജറായി ചാർജ് എടുത്ത ഉടൻ തന്നെ പഴയ വൃത്തിഹീനമായ കിച്ചൺ വൃത്തിയാക്കിച്ചു. ജീവനക്കാർക്ക് ഇരിക്കാൻ സ്റ്റൂളുകൾ നൽകാനും അവരുടെ വിശ്രമവേളകൾ കൃത്യമാക്കാനും അവൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. കസ്റ്റമേഴ്സിന് നല്ല ഫ്രഷ് ഭക്ഷണം മാത്രം നൽകാൻ അവൾ കർശന നിർദ്ദേശം നൽകി. മുമ്പ് മാനേജറുടെ അടുത്തു പോകാൻ ഭയപ്പെട്ടിരുന്ന ജീവനക്കാർ ഇന്ന് അഞ്ജലിയോട് തങ്ങളുടെ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞു. മാസങ്ങൾ കടന്നുപോയി. പള്ളുരുത്തി ബ്രാഞ്ചിലെ ഈ മാറ്റങ്ങൾ നാട്ടുകാർക്കിടയിൽ വലിയ സംസാര വിഷയമായി. ഒരിക്കൽ ബേക്കറി ഉപേക്ഷിച്ചു പോയ പഴയ കസ്റ്റമേഴ്സ് എല്ലാം ഇരട്ടിയായി തിരിച്ചു വരാൻ തുടങ്ങി. ബിസിനസ് വൻ ലാഭത്തിലേക്ക് കുതിച്ചു. എന്നാൽ അഞ്ജലിയുടെ ഈ അസൂയാവഹമായ വളർച്ച എല്ലാവർക്കും അത്ര സുഖകരമായിരുന്നില്ല. പഴയ മാനേജർ ദിനേശിന്റെ അടുത്ത സുഹൃത്തും സിറ്റി ബ്രാഞ്ചിന്റെ മാനേജറുമായ പ്രകാശിന് ഒരു സാധാരണ ക്യാഷ്യർ പെൺകുട്ടി തങ്ങൾക്കൊപ്പം മാനേജർ കസേരയിൽ ഇരിക്കുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവൾ കാരണം തന്റെ കള്ളത്തരങ്ങൾ എവിടെയെങ്കിലും പുറത്താക്കുമോ എന്ന ഭയവും അയാൾക്കുണ്ടായിരുന്നു. ഒരു സാധാരണ സെയിൽസ് ഗേൾ നമ്മളെ ഭരിക്കാൻ നോക്കേണ്ട, അവളെ എങ്ങനെയെങ്കിലും ഈ കസേരയിൽ നിന്ന് താഴെ ഇറക്കണം, പ്രകാശ് തന്റെ വിശ്വസ്തരോട് രഹസ്യമായി പറഞ്ഞു. അഞ്ജലിയെയും പള്ളുരുത്തി ബ്രാഞ്ചിനെയും തകർക്കാനായി അയാൾ അർദ്ധരാത്രിയിൽ ഒരു ഭയങ്കരമായ ചതി പ്ലാൻ ചെയ്തു. അസൂയയും പ്രതികാര ചിന്തയും തലക്കു പിടിച്ച് സിറ്റി ബ്രാഞ്ച് മാനേജർ പ്രകാശ് അഞ്ജലിയെ ആ മാനേജർ കസേരയിൽ നിന്നും എങ്ങനെയും താഴെ ഇറക്കാൻ ഉറപ്പിച്ചു. അതിനായി അവളുടെ കരിയറും പള്ളുരുത്തി ബ്രാഞ്ചിന്റെ പേരും ഒരുപോലെ തകർക്കുന്ന അതിക്രൂരമായ ഒരു കെണിയാണ് അയാൾ ഒരുക്കിയത്. പള്ളുരുത്തി ബ്രാഞ്ചിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒന്നായിരുന്നു അവിടുത്തെ ലൈവ് കേക്കുകൾ. ലൈവായി ഉണ്ടാക്കി നൽകുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് അതിൽ വലിയ വിശ്വാസവുമായിരുന്നു. ഈ വിശ്വാസത്തെ തന്നെ മുതലെടുക്കാൻ പ്രകാശ് തീരുമാനിച്ചു. കേക്കുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീമിൽ കടുത്ത വയറിളക്കവും ഛർദിയും ഉണ്ടാകുന്നതും എക്സ്പയർഡായ കുറഞ്ഞ ഗുണനിലവാരമുള്ള കെമിക്കൽ ചേരുവകൾ കലർത്താനായിരുന്നു പ്രകാശിന്റെ നീചമായ പ്ലാൻ. ഇതിനായി പള്ളുരുത്തി ബ്രാഞ്ചിലെ കിച്ചൺ ഹെൽപ്പറായ രാമുവിനെയാണ് പ്രകാശ് സ്വാധീനിച്ചത്. പണത്തിന് കടുത്ത ബുദ്ധിമുട്ടുള്ള രാമുവിന് വലിയൊരു തുക കൈക്കൂലിയായി നൽകിയ പ്രകാശ് തന്റെ കൂടെ കൂട്ടി. അന്ന് അർദ്ധരാത്രിയിൽ ബേക്കറി പൂട്ടി എല്ലാവരും പോയതിനു ശേഷം രാമു തന്റെ കയ്യിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് കിച്ചണിന്റെ പിൻവാതിൽ തുറന്ന് അകത്ത് കയറി. കറുത്ത തുണി കൊണ്ട് മുഖം മറച്ചാണ് അയാൾ വന്നത്. കിച്ചണിലെ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിച്ചിരുന്ന ഫ്രഷ് വിപ്പിംഗ് ക്രീമിന്റെ വലിയ പാത്രങ്ങൾ അയാൾ പുറത്തെടുത്തു. വിറക്കുന്ന കൈകളോടെ പ്രകാശ് നൽകിയ വിഷലിപ്തമായ കെമിക്കൽ ദ്രാവകം ആ ക്രീമിലേക്ക് മുഴുവൻ ഒഴുക്കി കൃത്യമായി ഇളക്കി ചേർത്തു. ആരും കാണാതെ, ഒരു തെളിവും അവശേഷിപ്പിക്കാതെ അർദ്ധരാത്രിയിലെ ആ ഇരുട്ടിൽ ആ വലിയ ചതി നടപ്പിലാക്കപ്പെട്ടു. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ വലിയ ആവേശത്തോടെയാണ് പള്ളുരുത്തി ബ്രാഞ്ച് തുറന്നത്. രാവിലെ തന്നെ കുട്ടികളുടെ ജന്മദിനത്തിനായും മറ്റുമായി നിരവധി പേർ കേക്കുകൾ വാങ്ങി കൊണ്ടുപോയി. എന്നാൽ ഉച്ചയോടുകൂടി കാര്യങ്ങളാകെ മാറിമറിഞ്ഞു.
ആ ബേക്കറിയിൽ നിന്നും കേക്ക് വാങ്ങിക്കഴിച്ച 5-6ഓളം കുട്ടികൾക്ക് കടുത്ത വയറുവേദനയും ഛർദിയും അനുഭവപ്പെടുകയും അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവന്നു. മിനിറ്റുകൾക്കകം പ്രാദേശിക ചാനലുകളിൽ പ്രശസ്തമായ ടേസ്റ്റി ബൈറ്റ്സ് ബേക്കറിയിൽ നിന്നും ഭക്ഷ്യവിഷബാധ എന്ന രീതിയിൽ വലിയ ഫ്ലാഷ് ന്യൂസുകൾ വരാൻ തുടങ്ങി. മാധ്യമങ്ങൾ വാർത്ത ലൈവായി കൊടുത്തതോടെ സംഭവം കാട്ടുതീ പോലെ പടർന്നു. വാർത്ത പരന്നതോടെ ബേക്കറിയുടെ മുന്നിൽ ജനങ്ങൾ തടിച്ചുകൂടാൻ തുടങ്ങി. നാട്ടുകാരും ചില രാഷ്ട്രീയ പ്രവർത്തകരും ചേർന്ന് ബേക്കറിക്ക് മുന്നിൽ വലിയ പ്രതിഷേധം അഴിച്ചുവിട്ടു. ചിലർ സ്റ്റോറിന് നേരെ കല്ലെറിയുകയും മുൻവശത്തെ ഗ്ലാസുകൾ അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ജീവനക്കാരെല്ലാം ഭയന്നു വിറച്ച് അകത്തിരുന്നു. ഈ വലിയ കോലാഹലങ്ങൾക്കിടയിൽ ഹെഡ് ഓഫീസിൽ നിന്നും ചെയർമാൻ രാഘവൻ പിള്ള അഞ്ജലിയെ ഫോണിൽ വിളിച്ചു. അദ്ദേഹത്തിന്റെ സ്വരത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം കടുത്ത ആശങ്കയും ദേഷ്യവും ഉണ്ടായിരുന്നു. അഞ്ജലി, എന്താണ് അവിടെ കേൾക്കുന്നത്? ചാനലുകളിൽ മുഴുവൻ നമ്മുടെ പള്ളുരുത്തി ബ്രാഞ്ചിനെ കുറിച്ചുള്ള വാർത്തകളാണ്. കുട്ടികൾ ആശുപത്രിയിലാണെന്ന് കേൾക്കുന്നു. ഹെഡ് ഓഫീസിൽ നിന്നും ഫുഡ് ഇൻസ്പെക്ടർമാർ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞു. എന്റെ പ്രസ്ഥാനത്തിന്റെ പേര് ചളയിൽ വീഴാൻ ഞാൻ അനുവദിക്കില്ല. ഇതിന് കൃത്യമായ മറുപടി നീ പറഞ്ഞേ പറ്റൂ. രാഘവൻ പിള്ളയുടെ കടുത്ത വാക്കുകൾ കേട്ടിട്ടും അഞ്ജലി ഭയന്ന് പിന്മാറിയില്ല. അപ്രതീക്ഷിതമായ ഈ വലിയ പ്രതിസന്ധിയിൽ അവളുടെ ഉള്ളിലൊരു ചെറിയ ഭയം തോന്നിയെങ്കിലും അവൾ സ്വയം ധൈര്യം സംഭരിച്ചു. കാരണം താൻ മാനേജറായതിനു ശേഷം കിച്ചണിലെ ഓരോ സാധനങ്ങളുടെയും ഗുണനിലവാരം അവൾ നേരിട്ടാണ് പരിശോധിച്ചിരുന്നത്. തന്റെ ജീവനക്കാരെയും സാധനങ്ങളുടെ ഫ്രഷ്നെസ്സിനെയും അവൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. തങ്ങളുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഇങ്ങനെ ഒരു വീഴ്ച സംഭവിക്കില്ലെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. ഇതിന് പിന്നിൽ കൃത്യമായി ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവളുടെ ബിസിനസ് ബുദ്ധിക്ക് മനസ്സിലായി. ഞാൻ ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരും സർ. എനിക്ക് കുറച്ച് സമയം തരണം, അഞ്ജലി രാഘവൻ പിള്ളയോട് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. പുറത്ത് മാധ്യമപ്രവർത്തകരും ഫുഡ് ഇൻസ്പെക്ടർമാരും പോലീസും ഒരുപോലെ തടിച്ചുകൂടി നിൽക്കുകയാണ്. അഞ്ജലി പുറത്തെ ബഹളങ്ങൾ വകവെക്കാതെ തന്റെ ക്യാബിനിലെ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്നു. കിച്ചണിനകത്തും പുറത്തുമുള്ള കഴിഞ്ഞ 24 മണിക്കൂറിലെ CCTV ദൃശ്യങ്ങൾ അവൾ വളരെ വേഗത്തിൽ പരിശോധിക്കാൻ തുടങ്ങി. ഓരോ ദൃശ്യങ്ങളും അവൾ ഫോർവേഡ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ അർദ്ധരാത്രി 2 മണിയുടെ ദൃശ്യങ്ങളിലേക്ക് എത്തിയപ്പോൾ CCTV സ്ക്രീനിൽ ഒരു രൂപം കിച്ചണിന്റെ പിൻവാതിൽ തുറന്ന് അകത്ത് കയറുന്നത് അവൾ കണ്ടു. കറുത്ത തുണി കൊണ്ട് മുഖം മറച്ച ആ രൂപം കോൾഡ് സ്റ്റോറേജിൽ നിന്നും ക്രീമെടുത്ത് അതിൽ എന്തോ കലർത്തുന്നത് കൃത്യമായി കാണാമായിരുന്നു. അഞ്ജലി ആ ദൃശ്യം കുറച്ചുകൂടി സൂം ചെയ്തു നോക്കി. പെട്ടെന്ന് ക്രീം കലർത്തുന്നതിനിടയിൽ ആ വ്യക്തിയുടെ മുഖത്തെ തുണി അല്പം മാറിപ്പോയി. കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് സൂക്ഷിച്ചു നോക്കിയ അഞ്ജലിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ടും അത്ഭുതം കൊണ്ടും ചുവന്നു തുടുത്തു. അത് തങ്ങളുടെ സ്വന്തം കിച്ചൺ ഹെൽപ്പറായ രാമുവായിരുന്നു. അഞ്ജലി ദൃശ്യങ്ങൾ വീണ്ടും മുന്നോട്ട് ഓടിച്ചു നോക്കി. കിച്ചണിലെ ചതിക്ക് ശേഷം രാമു പുറത്തിറങ്ങി റോഡിൽ നിർത്തിയിരുന്ന ഒരു ആഡംബര കാറിന്റെ അടുത്തേക്ക് പോകുന്നതും ആ കാറിലിരുന്ന വ്യക്തിയിൽ നിന്നും ഒരു വലിയ കവർ വാങ്ങുന്നതും വ്യക്തമായി കാണാമായിരുന്നു. ആ കാറിന്റെ ഗ്ലാസ് താഴ്ത്തി രാമുവിന് കവർ നൽകിയ വ്യക്തിയുടെ മുഖം കണ്ടപ്പോൾ അഞ്ജലി ഞെട്ടിപ്പോയി. അത് മറ്റാരുമായിരുന്നില്ല, സിറ്റി ബ്രാഞ്ച് മാനേജറായ പ്രകാശ് ആയിരുന്നു. ചതിയുടെ വലിയൊരു വലക്കണ്ണിയാണ് തന്റെ മുന്നിൽ ഇളകിക്കിടക്കുന്നതെന്ന് അഞ്ജലിക്ക് മനസ്സിലായി. കമ്പ്യൂട്ടർ സ്ക്രീനെ തെളിഞ്ഞു നിന്ന ആ ദൃശ്യങ്ങൾ അഞ്ജലിയുടെ മനസ്സിലെ ഭാരമെല്ലാം ഒഴുക്കിക്കളഞ്ഞു. സിറ്റി ബ്രാഞ്ച് മാനേജർ പ്രകാശ് കിച്ചൺ ഹെൽപ്പർ രാമുവിന് കവർ നൽകുന്നതും പള്ളുരുത്തി ബ്രാഞ്ചിനെ തകർക്കാൻ അർദ്ധരാത്രിയിൽ നടത്തിയ ആ കറുത്ത ചതിയും CCTV ദൃശ്യങ്ങളിൽ പകൽ പോലെ വ്യക്തമായിരുന്നു. അവൾ ഒട്ടും സമയം കളയാതെ ആ ദൃശ്യങ്ങൾ മുഴുവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ടാബ്ലറ്റിലേക്ക് പകർത്തി. ചതിയുടെ കോട്ട തകർക്കാൻ അവൾ പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ബേക്കറിയുടെ ക്യാബിൻ വാതിൽ തുറന്ന് ചീഫ് ഫുഡ് ഇൻസ്പെക്ടറും പോലീസും മാധ്യമപ്രവർത്തകരും അകത്തേക്ക് ഇരച്ചു കയറി. ചാനലുകളുടെ ക്യാമറകളും മൈക്കുകളും അഞ്ജലിക്ക് നേരെ നീണ്ടു. മാനേജർ അഞ്ജലി, നിങ്ങളുടെ ബ്രാഞ്ചിലെ കേക്ക് കഴിച്ച പാവപ്പെട്ട കുട്ടികൾ ആശുപത്രിയിലായിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിച്ചതിന് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മാധ്യമപ്രവർത്തകർ രൂക്ഷമായ ഭാഷയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ജനക്കൂട്ടം പുറത്തുനിന്നും മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അഞ്ജലി ഭയന്നു വിറക്കുന്ന പഴയ സെയിൽസ് ഗേൾ ആയിരുന്നില്ല. അവൾ വളരെ ശാന്തമായി അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടെ ആ ക്യാമറകൾക്ക് മുന്നിൽ നേരെ നിന്നു. അവളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. അവൾ മൈക്കുകളിലേക്ക് നോക്കി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, എന്റെ ടേസ്റ്റി ബൈറ്റ്സ് പള്ളുരുത്തി ബ്രാഞ്ചിൽ നിന്നും ഒരിക്കലും ഒരു കസ്റ്റമേഴ്സിന് മോശം ഭക്ഷണം നൽകില്ല. ഇത് ഞങ്ങളുടെ പ്രസ്ഥാനത്തെയും എന്റെ കരിയറിനെയും തകർക്കാൻ ആരോ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു വലിയ ചതിയാണ്. അതിനുള്ള വ്യക്തമായ തെളിവ് ദാ എന്റെ കയ്യിലുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ടാബിലെ CCTV ദൃശ്യങ്ങൾ ഫുഡ് ഇൻസ്പെക്ടർമാർക്കും
മാധ്യമങ്ങൾക്കും മുന്നിലേക്ക് തിരിച്ചുപിടിച്ച് പ്ലേ ചെയ്തു. അർദ്ധരാത്രിയിൽ രാമു കിച്ചണിൽ കയറി ക്രീമിൽ വിഷം കലർത്തുന്നതും പുറത്തു വെച്ച് പ്രകാശിന്റെ കാറിൽ കയറി ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റുന്നതുമായ ദൃശ്യങ്ങൾ ചാനലുകൾ തത്സമയം പുറത്തുവിട്ടു. പ്രകാശിന്റെ കാറിന്റെ നമ്പറും മുഖവും സ്ക്രീനിൽ വ്യക്തമായി തെളിഞ്ഞു വന്നു. അതോടെ അവിടെയുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരും ഇൻസ്പെക്ടർമാരും ജനങ്ങളും ഒരുപോലെ ഞെട്ടിത്തരിച്ചുപോയി. ജനങ്ങളുടെ പ്രതിഷേധം പെട്ടെന്ന് പ്രകാശിനെതിരെയുള്ള അമർഷമായി മാറി. ആ സമയത്താണ് ഹെഡ് ഓഫീസിൽ നിന്നും ചെയർമാൻ രാഘവൻ പിള്ള അവിടേക്ക് കയറി ചെല്ലുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കിയ അദ്ദേഹം കടുത്ത ദേഷ്യത്തോടെ തന്റെ ഫോണെടുത്ത് പ്രകാശിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി. പള്ളുരുത്തി ബ്രാഞ്ച് തകർന്നു എന്ന് വിചാരിച്ച് മനസ്സിൽ അഹങ്കാരത്തോടെ ചിരിച്ചുകൊണ്ടുവന്ന പ്രകാശ് അവിടെ പോലീസ് നിൽക്കുന്നത് കണ്ട് ഭയന്നുപോയി. രാഘവൻ പിള്ള പ്രകാശിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് അലറി. സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാരെയും പാവപ്പെട്ട കുട്ടികളെയും ചതിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സു വന്നു? പോലീസ് ഉടൻ തന്നെ പ്രകാശിനെയും ചതിയനായ കിച്ചൺ ഹെൽപ്പർ രാമുവിനെയും കസ്റ്റഡിയിലെടുത്ത് വിലങ്ങുവെച്ചു. ചാനലുകളിലെ വാർത്തകൾ മിനിറ്റുകൾക്കുള്ളിൽ മാറിമറിഞ്ഞു. ടേസ്റ്റി ബൈറ്റ്സിന്റെ കാവലാളായി അഞ്ജലി എന്ന വലിയ തലക്കെട്ടുകളോടെ മാധ്യമങ്ങൾ അവളെ വാനോളം പുകഴ്ത്തി. ചതിയെ ധീരമായി നേരിട്ട അവൾ നാട്ടുകാരുടെ പ്രിയങ്കരിയായി മാറി. അഞ്ജലിയുടെ ഈ സമയോചിതമായ ഇടപെടലും ബുദ്ധികൂർമ്മയും കണ്ട രാഘവൻ പിള്ളക്ക് അവളോട് വലിയ ബഹുമാനം തോന്നി. അടുത്ത ദിവസം ഹെഡ് ഓഫീസിൽ വെച്ച് നടന്ന വലിയ മീറ്റിംഗിൽ അദ്ദേഹം ഒരു പുതിയ പ്രഖ്യാപനം നടത്തി. അഞ്ജലി വെറും ഒരു ബ്രാഞ്ച് മാനേജറായി ഒതുങ്ങേണ്ടവളല്ല. അവളുടെ സത്യസന്ധതയും ധൈര്യവും ഈ കമ്പനിക്ക് ആവശ്യമുണ്ട്. ഇന്നു മുതൽ കൊച്ചി റീജിയണിലെ 10 വലിയ ബ്രാഞ്ചുകളുടെ മുഴുവൻ മേൽനോട്ടം വഹിക്കുന്ന റീജിയണൽ ഓപ്പറേഷൻസ് ഹെഡായി ഞാൻ അഞ്ജലിയെ നിയമിക്കുന്നു. ഒരു ചെറിയ കൗണ്ടറിൽ നിന്നും 10 ബ്രാഞ്ചുകളെ നിയന്ത്രിക്കുന്ന വലിയൊരു പദവിയിലേക്ക് അവൾ ഉയർത്തപ്പെട്ടു. പുതിയ ചുമതല ഏറ്റെടുത്ത അഞ്ജലി പ്രകാശിനെ പോലെ അഴിമതിക്കാരായ മറ്റു ഉദ്യോഗസ്ഥരെ മുഴുവൻ കമ്പനിയിൽ നിന്നും പുറത്താക്കി. പകരം രാപ്പകൽ അധ്വാനിക്കുന്ന എന്നാൽ ആരും തിരിച്ചറിയാതെ പോയ പാവപ്പെട്ട സാധാരണ ജീവനക്കാരെ കണ്ടെത്തി അവർക്ക് അർഹമായ സ്ഥാനക്കയറ്റങ്ങൾ നൽകി. ഒരിക്കൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയപ്പോൾ കയ്യിൽ 1 രൂപ പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് കണ്ണീരൊഴുക്കി മകളെ വളർത്തിയ ആ പാവം അഞ്ജലിയുടെ ജീവിതം ഇന്ന് പൂർണ്ണമായി മാറിമറിഞ്ഞിരുന്നു. അവളുടെ മകൾ മാളു ഹൃദയ സംബന്ധമായ അസുഖങ്ങളെല്ലാം മാറി പൂർണ്ണ ആരോഗ്യവതിയായി തീർന്നു. പുതിയ സ്കൂൾ യൂണിഫോമും പുത്തൻ ബാഗും അണിഞ്ഞ് മുഖത്ത് വലിയൊരു ആത്മവിശ്വാസത്തോടെ അവൾ സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി നിന്നു. മകളുടെ ആദ്യ സ്കൂൾ യാത്രക്ക് യാത്രയപ്പ് നൽകാൻ സാക്ഷാൽ രാഘവൻ പിള്ളയും അഞ്ജലിയുടെ വീട്ടിലെത്തിയിരുന്നു. മാളുവിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ അഞ്ജലിയുടെ കണ്ണുകളിൽ നിന്നും വന്നത് സങ്കട കണ്ണീരല്ല, മറിച്ച് അഭിമാനത്തിന്റെ കണ്ണീരായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അഞ്ജലി തന്റെ ആഡംബര കാറിൽ പള്ളുരുത്തി ബ്രാഞ്ചിലേക്ക് പരിശോധനയ്ക്കായി എത്തി. കാറിൽ നിന്നിറങ്ങി ബേക്കറിയുടെ ഉള്ളിലേക്ക് കയറിയ അവൾ ഒരു കാഴ്ച കണ്ടു. താൻ വർഷങ്ങളോളം ജോലി ചെയ്തിരുന്ന ആ പഴയ ബില്ലിംഗ് കൗണ്ടറിൽ പുതുതായി ജോലിക്ക് കയറിയ ഒരു പെൺകുട്ടി തലതാഴ്ത്തി നിന്ന് കണ്ണീർ തുടക്കുന്നുണ്ട്. അവൾക്ക് ചുറ്റും കസ്റ്റമേഴ്സിന്റെ വലിയ തിരക്കായിരുന്നു. അഞ്ജലി സാവധാനം ആ പെൺകുട്ടിയുടെ അരികിലേക്ക് നടന്നു ചെന്നു. അവളുടെ തോളിൽ വളരെ പതുക്കെ കൈവച്ചു. പെട്ടെന്ന് നെട്ടി തിരിഞ്ഞു നോക്കിയ ആ പെൺകുട്ടിയോട് അഞ്ജലി വളരെ വാത്സല്യത്തോടെ ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? ഒന്നിനും സങ്കടപ്പെടേണ്ട. നിനക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും സഹായിക്കാൻ ഇവിടെ ഞങ്ങളുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കൗണ്ടറിൽ വെച്ച് രാഘവൻ പിള്ള തന്നോട് ചോദിച്ച അതേ വാക്കുകൾ ഇന്ന് അഞ്ജലി ആ പെൺകുട്ടിയോട് പറയുമ്പോൾ അവളുടെ മനസ്സിൽ വലിയൊരു സംതൃപ്തി ഉണ്ടായിരുന്നു. പഴയ അഞ്ജലിയുടെ സ്ഥാനത്ത് ഇന്ന് സങ്കടത്തോടെ നിൽക്കാൻ മറ്റൊരു പെൺകുട്ടിയാണ്. പക്ഷേ അവളെ ചേർത്തു പിടിക്കാൻ ഇന്ന് റീജിയണൽ ഹെഡായ പുതിയ അഞ്ജലിയുണ്ട്. ആ ഉറപ്പോടെ അഞ്ജലി ആ പെൺകുട്ടിയെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ബേക്കറിയുടെ മുമ്പിൽ തിളങ്ങി നിന്ന ടേസ്റ്റി ബൈറ്റ്സ് എന്ന വലിയ ബോർഡിന്റെ വെളിച്ചത്തിൽ അഞ്ജലിയുടെ ആ വിജയ പുഞ്ചിരി കൂടുതൽ മനോഹരമായി തിളങ്ങി നിന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അഞ്ജലിയുടെ ഈ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്നു മാത്രമാണ്. പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും സത്യസന്ധതയും പോരാടാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏത് ഇരുട്ടിനെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. പണവും അധികാരവും ഉള്ളവരല്ല, മനുഷ്യത്വമുള്ള മനുഷ്യരാണ് എപ്പോഴും വിജയിക്കുക. അഞ്ജലിയുടെയും രാഘവൻ പിള്ളയുടെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യുക. ഹൃദയസ്പർശിയായ കഥകളും ജീവിതാനുഭവങ്ങളും ഇനിയും കേൾക്കുന്നതിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.